മുഖ്യമന്ത്രി പിണറായി വിജയനെ ജനങ്ങൾക്ക് മടുത്തു എന്നതിന്റെ സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ജനങ്ങൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. ഒരു MP എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ ടെക്സ്റ്റ് ബുക്കാണ് കോഴിക്കോട് 4 തവണയും വിജയം നേടിയ UDF സ്ഥാനാർത്ഥി MK രാഘവൻ. ഏതൊരു തരംഗത്തെയും അതിജീവിക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടും ഒരു കാലത്ത് പൊന്നാപുരം കോട്ടയായിരുന്ന വടകര കൈവിട്ടുപോയത് അക്ഷരാർത്ഥത്തിൽ CPM-നെ ഞെട്ടിച്ചിരിക്കുകയാണ്. KK ശൈലജ സ്ഥാനാർത്ഥിയായതോടെ ആർക്കും വടകരയ്ക്ക് വേണ്ടി ബഹളമില്ലാതായി എന്നാണ് സിറ്റിംഗ് MP K മുരളീധരൻ പ്രതികരിച്ചത്. ഇത് ശൈലജ എന്ന അധികാരിയുടെ ജനപ്രീതി തെളിയിക്കുന്ന വാക്കുകളായിരുന്നു. അവിടെ നിന്നാണ് വടകരയുടെ സീൻ ഷാഫി പറമ്പിൽ മാറ്റിമറിച്ചത്. അശ്ലീല വീഡിയോ വിവാദവും കാഫിർ പ്രയോഗവും മണ്ഡലത്തിലെ പ്രചാരണത്തിന്റെ ചൂട് വർദ്ധിപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പരാതി സമർപ്പിക്കുന്നതിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. മണ്ഡലത്തിന് പുറത്ത് സോഷ്യൽ മീഡിയയിലും വലിയ പോരാട്ടച്ചൂട് കണ്ട മണ്ഡലമാണ് വടകര. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും UDF തരംഗവും ഷാഫി പറമ്പലിന് അനുകൂലമായ ഘടകങ്ങളായി. അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ശക്തമായ സാന്നിധ്യവും UDF മുന്നേറ്റത്തിന് ഇന്ധനമായി. പറ്റിച്ചും ദ്രോഹിച്ചും ജനങ്ങളെ കണ്ണീര് കുടിപ്പിച്ച കേരളത്തെ നയിക്കാൻ ഇനി വലതുകൈയുടെ മക്കൾ. 20 മണ്ഡലങ്ങളിൽ 18 മണ്ഡലങ്ങളും തൂത്തുവാരി UDF സ്ഥാനാർത്ഥികൾ. ദേശീയ തലത്തിൽ വൻ തിരിച്ചടിയാണ് BJPക്ക് 2024-ലെ തിരഞ്ഞെടുപ്പ് ഫലം. ഭരണഘടനയെ തകർക്കാനുള്ള നീക്കത്തിന് പ്രധാനമന്ത്രിക്ക് കിട്ടിയ സമ്മാനമാണിത്. 18 മണ്ഡലങ്ങളിലും UDF വിജയമുറപ്പിച്ചപ്പോൾ LDF-ന് ലഭിച്ചത് ആലത്തൂർ മാത്രം. പിണറായി ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾക്ക് ജനം നൽകിയ ഏറ്റവും വലിയ മറുപടിയാണിത്. ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ തിരിച്ചുവരവാണിത്. ഏറ്റവും വലിയ കടുത്ത പോരാട്ടത്തിന് വേദിയായ മണ്ഡലമാണ് വടകര. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വടകര അവസാനം ഷാഫിക്ക് സ്വന്തമായി. കാഫിർ സ്ക്രീൻഷോട്ട് ഉയർത്തിവിട്ട വിവാദത്തിന് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മറുപടിയുമായി വടകരയിൽ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലെത്തിയത്. കാഫിർ പ്രയോഗം വടകര അംഗീകരിച്ചില്ല. നാളെ ഈ ജയത്തിന്റെ പേരിൽ ആരെയും ഭിന്നിപ്പിക്കാൻ തങ്ങളില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കാഫിർ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണത്തിന് എതിരെയാണ് ജനം വോട്ട് ചെയ്തത്. ഇത് വടകരയുടെ വിജയമാണെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കണം.